ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ കാല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എന്തായാലും നമുക്ക് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. പൂച്ച കൊടുത്തപ്പോൾ ഓനക്കിത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞായറാഴ്ച ആയ കാരണം അവൻ്റെ ഫുഡ് കിട്ടാത്തതുകൊണ്ട് ചിക്കൻ കടയിൽ പോയി ഇത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഓൻ കഴിക്കാത്തതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലി ഫുള്ള് കളയണം. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കോൺഫ്ലവർ, കുറച്ച് കളറാണ് കേട്ടോ ചേർക്കണത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം ചതച്ചത്, ഇതൊക്കെയാണ് ചേർക്കുന്നത് ഗൈസ്. അതിക്കുള്ള കൂട്ടാണ് കേട്ടോ. പിന്നെ അതാ സുർക്കയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതാ നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ കാല് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഗൈസ്. അപ്പോൾ അതാ ഈ റെസിപ്പീൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ചിക്കൻ്റെ കാലൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര അർപ്പായിരുന്നു ഗൈസ്. എന്തോ പോലെ ഉണ്ട്, ഭയങ്കര കൊഴുപ്പ് മാതിരിയൊരു സംഭവമാണിത്. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി വെക്കാന്നുള്ളൊരു ഇതിൽ ഒരു സ്പെഷ്യലായിട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഫ്രീസർ കയറ്റാം. ഒന്നും കണ്ട് മസാല പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ചട്ടി വെച്ചിട്ട് അതിക്ക് ഓയിൽ ഒഴിക്കാം ഗൈസ്. ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിക്ക് ചിക്കൻ്റെ കാല് വെച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു അടിപൊളി മസാലയാണ്. ഇതിപ്പോൾ ഈ ചിക്കൻ്റെ കാലക്കല്ല, അല്ലാതെ നമ്മൾ ചിക്കൻ പൊരിക്കുകയാണെങ്കിലും ഈ ഒരു കൂട്ടുങ്ങൾ ഉണ്ടാക്കി വെക്കണം ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഈ ഒരു കൂട്ടാണ് ടൈക്ക് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് അയക്കാം. അപ്പോൾ ചമ്മന്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, മീൻ കറി ഉണ്ട്, പിന്നെ ഇതാ നമ്മളെ ചിക്കൻ്റെ കാല് പൊരിച്ചതുകൊണ്ട് കേട്ടോ ഗൈസ്. പിന്നെ പപ്പടമുണ്ട്. അപ്പോൾ ഇനി ഇതാ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ചിക്കൻ്റെ കാല്. അപ്പോൾ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. കണ്ടാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അത്രയും ഭംഗിക്കാണ് ഇരിക്കുന്നത്, കാരണം നല്ല ക്രിസ്പി ആയിട്ട്. പിന്നെ ഇതാ എടുത്തു. ഞാൻ ഫസ്റ്റ് എടുത്ത് ഭയങ്കര ചൂടാണ് ഗൈസ്, കടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അനിയത്തി ഓൾത് എനിക്ക് തന്നിട്ടോ. ഓൾത് വലിയ ചൂടില്ല. അങ്ങനെ നമ്മൾ കഴിച്ച് നോക്കണ്ട ഗൈസ്. അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഗൈസ്, എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല എന്ന് പറയില്ലേ, അങ്ങനെ സംഭവമാണ്. അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടു, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടു, അനിയൻക്കും എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതായത് നമ്മളൊരു കസിന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്ക് കൊടുത്തപ്പോൾ ഓക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓള് പിന്നെ ചിക്കൻ്റെ അങ്ങേ അറ്റാണ് ഗൈസ്. ചിക്കൻ്റെ എന്ത് വേവിച്ച് കൊടുത്താലും ഓള് കഴിച്ചോളും, അത്രയും ഇഷ്ടമാണ് ഓക്ക്. നല്ല രസമുണ്ട്. പിന്നെ അത് നമ്മളെ മേമ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമയും മോളും അമ്മേൻ്റെ മോളൊക്കെ വന്നു. അപ്പോൾ ഒരിക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. മസ്റ്റ് ട്രൈ ഒന്നല്ല, ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.